യെസ്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 1.3 ചെയ്യാൻ പോവാണ്. രണ്ട് സൊല്യൂഷൻ തന്ന അതിന്റെ മൊളാരിറ്റി കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തത് 30 ഗ്രാം ഹൈഡ്രേറ്റഡ് കാൽഷ്യം നൈട്രേറ്റ് 4.3 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുക. എത്രയാ? 30 ഗ്രാം ഹൈഡ്രേറ്റഡ് കാൽഷ്യം നൈട്രേറ്റ് 4.3 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്താൽ അതിന്റെ മൊളാരിറ്റി എത്ര എന്നുള്ളതാണ്. മൊളാരിറ്റി കാണണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണം. നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് 30 ഗ്രാം ആണ് അല്ലെ. 30 ഗ്രാം മോളാർ മാസ് 291 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 0.103 മോൾസ് ആണ്. മോൾസ് കിട്ടിയാ പറ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, അതാണ് മൊളാരിറ്റി M ഈസ് ഈക്വൽ ടു 0.103 മോൾസ്. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ 4.3 ആണ്. സോ മൊളാരിറ്റി എത്ര എന്ന് വെച്ചാൽ 0.103 ഡിവൈഡ് ബൈ 4.3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 0.023 മോളാർ. യെസ്, മൊളാരിറ്റി കിട്ടി. അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. M1 V1 M2 V2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. M1 V1 M2 V2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. M1 V1 M2 V2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. M1 V1 M2 V2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് M1 എത്രയാ? M1 0.5 ആണ്. M1 0.5 മോളാർ. V1 30 ml ആണ്. M2 അറിയത്തില്ല. V2 എത്രയാ? 500 ml ആണ്. 500 ml. So M2 is equal to, ഇവിടെ മൾട്ടിപ്ലൈ ദ 500 ഇവിടെ വന്നാൽ ഡിവൈഡ് ചെയ്യും. സോ 0.5 into 30 divided by 500 കിട്ടും. സോ M2 is equal to 0.03 മോളാർ. റെഡി അല്ലേ?